നമസ്കാരം. കഴിഞ്ഞ ദിവസവും ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായ സെല്ലിംഗ് പ്രഷർ നേരിടുകയും ഇൻഡെക്സ് 20-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് എന്ന സപ്പോർട്ടിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. 20-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് എന്ന സപ്പോർട്ട് നഷ്ടമായതോടുകൂടി മാർക്കറ്റ് ടെക്നിക്കലിയും മൊമെൻറ്റം വേസും വീക്കായിട്ടുണ്ട്. വരും സമയങ്ങളിലും ബിയറിഷ് ട്രെൻഡോ കൺസോൾട്ടേഷനോ തുടരാൻ സാധ്യതയുമുണ്ട്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 25,475 ആയിരിക്കും ഇനി ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുക. 25,450 സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. 25,450 എന്ന സപ്പോർട്ട് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ ഗ്രാജുവലി 25,250 എന്ന ലെവലിനെ റീടെസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതേസമയം 25,400-നും 25,500-നും ഇടയിൽ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ 25,600 ആയിരിക്കും മാർക്കറ്റിൻ്റെ പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. കഴിഞ്ഞ ദിവസം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സെക്ടറിലെ സ്റ്റോക്കുകളിലൊക്കെ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പരിചയപ്പെടാം. ഒന്നാമത്തേത് ബജാജ് ഹൗസിംഗ് ഫിനാൻസ്. ബജാജ് ഹൗസിംഗ് ഫിനാൻസിൻ്റെ Q2 റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. കമ്പനിയുടെ ടോട്ടൽ ഇൻകം 14% വർദ്ധിച്ച് 2,410 കോടിയിൽ നിന്നും 2,755 കോടിയിലേക്ക് ഉയർന്നു. നെറ്റ് പ്രോഫിറ്റ് 18% വർദ്ധിച്ച് 546 കോടിയിൽ നിന്നും 643 കോടിയിലേക്ക് ഇംപ്രൂവ് ആയിട്ടുണ്ട്. ക്രോംപ്ടൺ ഗ്രേവ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് ഏറെക്കുറെ ഫ്ലാറ്റാണ്. കമ്പനിയുടെ റവന്യൂ 1% ഉയർന്നപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 43% ഇടിവ് വന്നു. 125 കോടിയിൽ നിന്നും 71 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഇടിഞ്ഞത്. കമ്പനിയുടെ മാർജിൻ 10% നിന്നും 8% ഇടിയുകയും എബിറ്റ 22% ഇടിഞ്ഞ് 204 കോടിയിൽ നിന്നും 188 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. അതുകൊണ്ട് ക്രോംപ്ടൺ ഗ്രീവ്സ് എന്ന സ്റ്റോക്കിൽ ഇന്നത്തെ ദിവസം ഒരു നെഗറ്റീവ് മാർക്കറ്റ് റിയാക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. GSK ഫാർമയുടെ ക്വാർട്ടർലി റിസൾട്ടും ഏറെക്കുറെ ഫ്ലാറ്റാണ്. നെറ്റ് പ്രോഫിറ്റ് 2% ഉയർന്നപ്പോൾ റവന്യൂ 3% ഇടിഞ്ഞു. എബിറ്റ 4% ഇടിഞ്ഞു. അതേസമയം മാർജിൻ 31% നിന്നും 34% ഇംപ്രൂവ് ആയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 253 കോടിയിൽ നിന്നും 257 കോടിയിലേക്കാണ് ഉയർന്നത്. റവന്യൂ 3% ഇടിഞ്ഞ് 1011 കോടിയിൽ നിന്നും 980 കോടിയിലേക്കെത്തി. മികച്ച ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ടത് ത്രിവേണി എഞ്ചിനീയറിംഗ് ആണ്. ത്രിവേണി എഞ്ചിനീയറിംഗിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 14% വർദ്ധിച്ച് 1,491 കോടിയിൽ നിന്നും 1,707 കോടിയിലേക്കെത്തി. എബിറ്റ 4.6 കോടിയിൽ നിന്നും 66 കോടിയിലേക്ക് എത്തുകയും കമ്പനി കഴിഞ്ഞ പ്രാവശ്യം 19 കോടി രൂപയുടെ ലോസ് റിപ്പോർട്ട് ചെയ്തെടുത്ത് ഇപ്പോൾ 25 കോടിയുടെ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. മാർജിൻ 0.3% നിന്നും 3.9% ഉയർന്നു. മാൻകൈൻഡ് ഫാർമയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 21% ഇടിവ് വന്നു. 654 കോടിയിൽ നിന്നും 512 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഇടിഞ്ഞത്. മാർജിൻ 27% നിന്നും 24% ഇടിയുകയും എബിറ്റ 8% വർദ്ധിച്ച് 847 കോടിയിൽ നിന്നും 922 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. റവന്യൂ 20% വർദ്ധിച്ച് 3,061 കോടിയിൽ നിന്നും 3,697 കോടിയിലേക്കെത്തി. HCCയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ പ്രോഫിറ്റ് 25% ഇടിഞ്ഞു. എബിറ്റ 40% ഇടിഞ്ഞു. റവന്യൂ 30% ഇടിഞ്ഞു. പ്രോഫിറ്റ് 63 കോടിയിൽ നിന്നും 47 കോടിയിലേക്ക് ഇടിഞ്ഞപ്പോൾ റവന്യൂ 1,407 കോടിയിൽ നിന്നും 961 കോടിയിലേക്ക് ഇടിയുകയും എബിറ്റ 242 കോടിയിൽ നിന്നും 148 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. മാർജിൻ 17% നിന്നും 15%ലേക്കാണ് ഇടിഞ്ഞത്. കെമിക്കൽ സെക്ടറിലെ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് മികച്ചതാണ്. വിഷ്ണു കെമിക്കൽസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 17% വർദ്ധിച്ച് 344 കോടിയിൽ നിന്നും 401 കോടിയിലേക്കെത്തി. എബിറ്റ 28% വർദ്ധിച്ച് 45 കോടിയിൽ നിന്നും 58 കോടിയിലേക്ക് എത്തുകയും മാർജിൻ 13% നിന്നും 14.5%ലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. വിഷ്ണു കെമിക്കൽസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 43% വർദ്ധിച്ച് 22 കോടിയിൽ നിന്നും 32 കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. NHPCയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 13% വർദ്ധിച്ച് 900 കോടിയിൽ നിന്നും 1,021 കോടിയിലേക്കെത്തി. മാർജിൻ 59% നിന്നും 60%ലേക്ക് ഇംപ്രൂവ് ആയപ്പോൾ എബിറ്റ 12% വർദ്ധിച്ച് 1,805 കോടിയിൽ നിന്നും 2,027 കോടിയിലേക്കെത്തി. റവന്യൂ 10% വർദ്ധിച്ച് 3,052 കോടിയിൽ നിന്നും 3,365 കോടിയിലേക്കെത്തി. ആരതി ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും മികച്ചതാണ്. കമ്പനിയുടെ റവന്യൂ 29% വർദ്ധിച്ച് 1,628 കോടിയിൽ നിന്നും 2,100 കോടിയിലേക്കെത്തി. എബിറ്റ 47% വർദ്ധിച്ച് 197 കോടിയിൽ നിന്നും 291 കോടിയിലേക്ക് എത്തുകയും പ്രോഫിറ്റ് 52 കോടിയിൽ നിന്നും 106 കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. മാർജിൻ 12% നിന്നും 13%ലേക്കാണ് ഉയർന്നത്.
അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടും ഡീസൻ്റ് ആണ്. റവന്യൂ 12% വർദ്ധിച്ചപ്പോൾ പ്രോഫിറ്റ് 26% വർദ്ധിച്ചു. 379 കോടിയിൽ നിന്നും 477 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നത്. എബിറ്റ 15% വർദ്ധിച്ച് 816 കോടിയിൽ നിന്നും 941 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 12% വർദ്ധിച്ച് 5589 കോടിയിൽ നിന്നും 6303 കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു. ആർ സിസ്റ്റം ഇൻ്റർനാഷണലിൻ്റെ പ്രോഫിറ്റിൽ 11% ഇടിവ് വന്നു. 39 കോടിയിൽ നിന്ന് 35 കോടിയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞപ്പോൾ എബിറ്റ 5% വർദ്ധിച്ച് 68 കോടിയിൽ നിന്നും 72 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 12% വർദ്ധിച്ച് 444 കോടിയിൽ നിന്നും 499 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. അക്സോ നോബലിൻ്റെയും ഇൻഡിഗോ പെയിൻറ്റിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് പെയിൻറ്റ് സെക്ടറിലെ 2 കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് പെയിൻറ്റ് സെക്ടറിലെ അക്സോ നോബൽ, ഇൻഡിഗോ പെയിൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 2 കമ്പനികളുടെയും പ്രോഫിറ്റിൽ വർധനവുണ്ടായിട്ടുണ്ട്. പെയിൻറ്റ് സെക്ടർ ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്നുള്ള സൂചനയാണ് ഈ ക്വാർട്ടർലി റിസൾട്ട് നൽകുന്നത്. ഇൻഡിഗോ പെയിൻറ്റിൻ്റെ പ്രോഫിറ്റ് 10% വർദ്ധിച്ച് 22 കോടിയിൽ നിന്നും 25 കോടിയിലേക്ക് എത്തിയപ്പോൾ റവന്യൂ 4% വർദ്ധിച്ച് 300 കോടിയിൽ നിന്നും 312 കോടിയിലേക്ക് എത്തി. എബിറ്റ 12% വർദ്ധിച്ച് 41 കോടിയിൽ നിന്നും 46 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. അക്സോ നോബലിൻ്റെ റവന്യൂ 15% ഇടിഞ്ഞെങ്കിലും പ്രോഫിറ്റ് 97 കോടിയിൽ നിന്നും 1681 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇവിടെ എക്സെപ്ഷണൽ ഗെയിനിൻ്റെ പശ്ചാത്തലത്തിലാണ് അക്സോ നോബലിൻ്റെ പ്രോഫിറ്റ് ഇടിഞ്ഞിരിക്കുന്നത്. അതേസമയം പ്രോഫിറ്റ് ഉയർന്നത്. അതേസമയം എബിറ്റ 24% ഇടിഞ്ഞു. മാർജിൻ 14.9% നിന്നും 13.3% എത്തുകയും ചെയ്തു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ശാന്തി ഗോൾഡ് ഇൻ്റർനാഷണൽ. ശാന്തി ഗോൾഡ് ഇൻ്റർനാഷണലിൻ്റെ ഒക്ടോബർ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സെയിൽസ് വോളിയത്തിൽ ഇയർ ഓൺ ഇയറിൽ 81% വർധനവും റവന്യൂ 103 കോടിയിൽ നിന്നും 303 കോടിയിലേക്ക് ഉയർന്നതായും കമ്പനി റിപ്പോർട്ട് ചെയ്തതുകൊണ്ട് ശാന്തി ഗോൾഡ് ഇൻ്റർനാഷണൽ എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഗോദാവരി പവർ ഛത്തീസ്ഗഡിൽ ഇൻ്റഗ്രേറ്റഡ് സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുമായിട്ടുള്ള ലാൻഡ് അക്വിസിഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. NBCC ഓസ്ട്രേലിയാസ് ഗോൾഡ് ഫീൽഡ് കൊമേഴ്സ്യലുമായി ചേർന്ന് റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റിൽ ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചു. RVNL എന്ന കമ്പനിക്ക് സെൻട്രൽ റെയിൽവേയിൽ നിന്നും 272 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. വെൽപ്സൺ ഡക്റ്റൈൽ അയൺ പൈപ്പ് സെക്ടറിലേക്ക് കൂടി അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ തീരുമാനിക്കുകയും കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ആരംഭിക്കുകയും ചെയ്തു. SJVN എന്ന കമ്പനി 660 മെഗാവാട്ട് ശേഷിയുള്ള ബോക്സർ തെർമൽ പവർ പ്ലാന്റിൻ്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തീകരിച്ചു. അതുകൊണ്ട് SJVN എന്ന സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. അപ്കോടെക്സ് ഇൻഡസ്ട്രീസ് കമ്പനിയുടെ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 210 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗുജറാത്തിൽ നടത്തിയേക്കും. ഇൻഫോസിസ് എന്ന കമ്പനിയുടെ ബൈബാക്കിൻ്റെ റെക്കോർഡ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. നവംബർ 14 ബൈബാക്ക് റെക്കോർഡ് ഡേറ്റ്. ബജാജ് സ്റ്റീൽ എന്ന കമ്പനിക്ക് ഏകദേശം 100 കോടി രൂപയുടെ എക്സ്പോർട്ട് ഓർഡറിൻ്റെ അഡ്വാൻസ് പേയ്മെൻറ്റ് ലഭിച്ചതുകൊണ്ട് സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്